പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 11 തീയതി ഞായറാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിശുദ്ധ ദിനം ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെട്ട് ദൈവകൃപ അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം. നെഹമ്യ ചാപ്റ്റർ 8 വേഴ്സ് 12 നാം ഇങ്ങനെ വായിക്കുന്നു: തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി ഭക്ഷിച്ച് പാനം ചെയ്യുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ബാബേൽ പ്രവാസത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കാലാകാലങ്ങളിൽ ഓരോരുത്തരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും നേതൃത്വം കൊടുപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇസ്രായേൽ ജനം 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിൽ നിന്നും ജെറുസലേമിലേക്ക് മടങ്ങിയെത്തി അവരുടെ ആത്മീയമായിട്ടുള്ള രാഷ്ട്രപരമായിട്ടുള്ള പ്രത്യേകിച്ച് അവരുടെ ദൈവാലയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയാണ്. അങ്ങനെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ എസ്ര ശാസ്ത്രിയാകുന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ ജനം ഇതാ മതിലിന്റെ പണി, ദൈവാലയ പണി, വാതിലിന്റെ പണി ഇവയെല്ലാം മുൻപോട്ട് നീങ്ങുന്നു. ഇതിനിടയിൽ അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരികയും അവരതിനെ പ്രാർത്ഥനയോടെ, ദൈവിക ആലോചനയോടെ, എന്നാൽ വളരെ പക്വമായി, വളരെ സൂക്ഷ്മമായി അതിജീവിച്ച് മുന്നേറി. അങ്ങനെ 8-ാം അധ്യായത്തിൽ നാം എത്തുമ്പോൾ ജനമെല്ലാം നീർ വാതിലിന് ചുറ്റും വന്നുകൂടി. ഇവിടെ ദൈവം മോശയിൽ കൂടെ ജനത്തിന് കൊടുത്ത ന്യായപ്രമാണ പുസ്തകം എല്ലാവരും കാണെ ഉയർത്തി വായിക്കുവാൻ തുടങ്ങുകയാണ്. ഇതാ എസ്ര ശാസ്ത്രി പുരോഹിതൻ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട പീഠത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് അത് ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ളവർക്ക് ഗ്രഹിക്കത്തക്കവണ്ണം ന്യായപ്രമാണം വായിച്ചത് വിശദീകരിക്കുവാൻ തുടങ്ങി. തുടർന്ന് ജനം അതിന് സ്തോത്രത്തോടെ പ്രതിവചിക്കുകയും ജനത്തോട് അതെ ദേശാധിപതി ഗവർണറായിരിക്കുന്ന നെഹമ്യാവും പുരോഹിതനായിരിക്കുന്ന എസ്രാ ശാസ്ത്രിയും അവരെ നയിക്കുന്ന ലേവ്യരും പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ ദിനം ഒരു വിധത്തിലും ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്. നിങ്ങൾ ഇന്ന് സന്തോഷിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ഇതൊരു വിശുദ്ധ ദിനമാണ്. കാരണം വിശുദ്ധ വചനം നിങ്ങൾ കേട്ടിരിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുന്നു, പൊരുള് തിരിച്ചു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മധുര പാനീയങ്ങൾ കുടിക്കുകയും മൃഷ്ടാന്ന ഭോജ്യം ആസ്വദിക്കുകയും ചെയ്യണം. അത് തയ്യാറാക്കാത്തവർ, കരുതാത്തവർ, ഉള്ളവർ ഇല്ലാത്തവർക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ ഈ പ്രിയപ്പെട്ട 3 മുതിർന്ന കൂട്ടർ പറഞ്ഞത് ജനം അതുപോലെ സ്വീകരിച്ചു. ഇന്നത്തെ വാഗ്ദത്ത വചനമായ 12-ാം വാക്യത്തിൽ പറയുന്നു, അവരോട് പറഞ്ഞ വചനം അവർക്ക് ബോധ്യമായതുകൊണ്ട് അവർ പിന്നെ ദുഃഖിച്ചില്ല, അവർ സന്തോഷിച്ചു, അവർ പകർച്ച ചെയ്തു, അവർ ഭക്ഷണം കഴിച്ചു, അവർ ദൈവത്തെ സ്തുതിച്ചു. ആ ദിനത്തിന്റെ പ്രാധാന്യം അവർ പരിപൂർണമായി ഉൾക്കൊണ്ടു. എന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭവനങ്ങളിൽ നിന്നും
പല സമയങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ, ഏകദേശം 4 വർഷത്തിലധികമായി നാം ഈ ജീവജല വാഗ്ദത്ത വചനം എല്ലാ ദിവസവും അവരവരുടെ സമയ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനേകരുടെ പ്രതികരണങ്ങൾ എനിക്ക് വളരെ സന്തോഷം നൽകുന്നതുമാണ്. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ജീവജലത്തിൽ നിന്നാവട്ടെ, നിങ്ങൾ മറ്റ് കേൾക്കുന്ന വചന ശുശ്രൂഷകളാവട്ടെ, നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന നിങ്ങളുടെ സഭയിലെ ആരാധനയോ ആരാധന മധ്യേയുള്ളോ വചന ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ഇന്നു വരെ ആ വചനം ഈ ഇസ്രായേൽ ജനത്തിന് ബോധ്യമായതുപോലെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടോ? ബോധ്യമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞത് അവർക്ക് മനസ്സിലായി, അതിന്റെ അർത്ഥം അവർ ഉൾക്കൊണ്ടു, അതവർ അതുപോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അനുസരിച്ചു. ഇതിനെല്ലാം കൂടെ ചേർന്നുള്ള ഒരു നല്ല മലയാള വാക്കാണ് അവരോട് പറഞ്ഞ വചനം അവർക്ക് ബോധ്യമായി, അവരത് ഉൾക്കൊണ്ടു, അവർക്കത് മനസ്സിലായി, അവരത് പാലിച്ചു, അവരത് അനുസരിച്ചു. എന്താണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ആരാധന കഴിയുമ്പോൾ, പ്രാർത്ഥന കഴിയുമ്പോൾ, പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നമ്മൾ പഴയ പടിയിലേക്ക് പരാതിയും കൂവലും പിന്മാറ്റവും അവിശ്വാസവും ഒക്കെ ഉണ്ടാവുന്ന? എന്താണ്? നമ്മൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. നാം അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ലുദിയായുടെ ഹൃദയത്തെ സ്വർഗത്തിലെ ദൈവം തുറന്നു. നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയുന്ന പോലെ ഒത്തിരി കേൾക്കുന്നു, ഒത്തിരി വായിക്കുന്നു. ഇതൊക്കെ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവിയിൽ കൂടെ വിട്ടുകളയുക. ഇതിനപ്പുറത്ത് നമുക്ക് ബോധ്യമാവുന്നില്ല, ബോധം വരുന്നില്ല, ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പകർച്ചയില്ല, നമുക്ക് സന്തോഷമില്ല, നമുക്ക് ഉറക്കമില്ല, നമുക്ക് ഒരു കാര്യത്തിലും തൃപ്തിയില്ല. ഇത് ശരിയല്ലേ? തുറന്ന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ഉള്ളങ്ങളിൽ പറയുന്നുണ്ട്, അയ്യോ ബ്രദറെ, ഇതെന്റെ കാര്യം തന്നെയാണല്ലോ ഈ പറയുന്നതെന്ന്. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കിതുവരെയും ദൈവവചനം വെറും പത്രം വായിക്കുന്ന ലാഘവത്തെക്കാൾ ലളിതമായി മാത്രമാണ് നിങ്ങൾ വചനം വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. നിങ്ങളുടെ പ്രാർത്ഥനയും വെറുതെ, നിങ്ങളുടെ ആരാധനയും വെറുതെ, നിങ്ങളുടെ കൂട്ടായ്മയും വെറുതെ, നിങ്ങളുടെ കരച്ചിലും ഒക്കെ വെറും കള്ളക്കരച്ചിലാണ്. ഇന്ന് ആരാധനയ്ക്ക് പോവാം, അതിരാവിലെ ധൃതി പിടിച്ച് എന്ത് പാടുപെട്ട, ചൂടാണെങ്കിലും മഴയാണെങ്കിലും ബുദ്ധിമുട്ടിയാ പോകുന്നേ. എന്തിനാ ഇങ്ങനെ പോകുന്നത്? വെറുതെ പോകുക, ഒരു കാര്യവും ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മരിച്ചാൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ അടക്കും, പള്ളിക്കാരും വീട്ടുകാരും വരും. ഇതിനപ്പുറത്ത് ഒരു ഗുണവുമില്ല. ഏകദേശം 100 വർഷത്തിന് മുകളിലായി നമ്മുടെ സ്വന്തം മാതൃഭാഷയായ മലയാള ഭാഷയിൽ ഇംഗ്ലീഷ് മിഷണറിമാർ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ച് അച്ചുണ്ടാക്കി നമ്മുടെ ഭാഷയിൽ ഉണ്ടാക്കി തന്നു. അത് വായിച്ചും ഇത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടും ഇതുവരെ ഗ്രഹിക്കാത്ത ഗലാത്യ സഭയോട് ഇതാ പൗലോസ് ശാസിച്ചും പരിഹസിച്ചും ദേഷ്യപ്പെട്ടും പറയാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപാകെ വരച്ചു കാട്ടിയിട്ടും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്?
ഇത് നിങ്ങളുടെ ഹൃദയ ഭിത്തിയെ ഭേദിക്കണം. എല്ലാ ആരാധനയും കൂടി, കർത്തൃമേശയും കൂടി, കുമ്പസാരിച്ച് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞു, പ്രവചനം പറഞ്ഞു, തലേ കൈവച്ചു, കുലുക്കി തെള്ളിയിട്ടു, മുൻപോട്ടിട്ടു, പുറകോട്ടിട്ടു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, കൈപൊക്കി, കാലുപൊക്കി, ഓടി ചാടി. ഇതൊക്കെ ശരിയാ. പക്ഷെ ഇതൊക്കെ വെറും വട്ടപൂജ്യമാണ്. ഒന്നുമില്ല, ഒരു കാര്യവുമില്ല. ഇത് ഫറവോന്റെ സന്നിധിയിൽ മോശ ചെന്നപ്പോൾ മോശ ചെയ്ത 9 കാര്യങ്ങളും അവിടുത്തെ മന്ത്രവാദികളും ചെയ്ത അതേ പണി തന്നെയാണ്. പിന്നെ ഒഴുക്കിനനുസരിച്ച് നമ്മളങ്ങ് പോകുകയാണ്. ഇത് അവസാനിപ്പിക്കണം. ഇതിങ്ങനെ പോകും കുഴിക്കാണം വരെ. നമ്മുടെ ലക്ഷ്യം നിത്യതയാണോ? പ്രിയമുള്ളവരെ, ഈ പോക്ക് അവസാനിപ്പിക്കണം. നിങ്ങൾ ഏത് സഭയുടെ ഏത് ഔദ്യോഗിക പദവിയിൽ എത്ര വർഷം കൊണ്ടിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, നിങ്ങൾ എത്രയോ സുവിശേഷ വേല ചെയ്യുകയും സുവിശേഷ വേലയ്ക്ക് കൊടുക്കുകയും നിങ്ങളുടെ ദശാംശമല്ല, 20% 50% കൊടുത്താലും ഈ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടതുപോലെ വരാത്തിടത്തോളം കാലം, സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കാത്തിടത്തോളം കാലം, അതിന്റെ സന്തോഷവും അതിന്റെ അനുഗ്രഹവും അതിന്റെ നന്മയും ഉൾക്കൊള്ളാത്തിടത്തോളം കാലം നമ്മുടെ മുഖത്ത് ഹൃദയത്തിൽ നിന്നുള്ള ചിരിയോ സന്തോഷമോ പ്രസാദമോ വരികയില്ലേ ഇല്ല. ഇതൊക്കെ ആർട്ടിഫിഷ്യലും മറ്റുള്ളവരെ ബോധിപ്പിക്കുവാനും കാണിക്കുവാനുമുള്ള വെറും ആക്ടിങ് മാത്രമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വളരെ ശക്തമായി ശാസിച്ച് ഹേമിച്ച് ഇന്നത്തെ ദൂത് പറയുന്നു. നാം ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇതാ മടങ്ങി വന്ന ഒരു കൂട്ടം യഹൂദജനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. അവർ ഒരു കൈ കൊണ്ട് ജോലി ചെയ്യുമ്പോൾ മറു കൈയിൽ ആയുധം വഹിച്ചിരിക്കുകയാണ്. സൻബല്ലത്തും തോബിയാവും കൂട്ടരും നിന്ദിച്ച് പരിഹസിച്ച് അവരെ പീഡിപ്പിച്ച് അത് ശാരീരികമായും മാനസികമായും അവരെ തകർക്കുകയാണ്. അതിന്റെ മുൻപിൽ പീഠത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കൾ ദൈവവചനം പറഞ്ഞപ്പോൾ അവരത് അതുപോലെ സ്വീകരിച്ചു, അവരത് അതുപോലെ ഉൾക്കൊണ്ടു. അവർക്ക് ബോധ്യമായി ഈ ദൈവവചനം ഞങ്ങളിൽ നിറവേറും, ഞങ്ങൾ ജയിക്കും, ഇവിടെ ആലയം പണിയും, ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് ആരാധനയ്ക്ക് പോകുവാൻ ഈ ഞായറാഴ്ച രാവിലെ തിടുക്കം കൂട്ടി ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു നിമിഷം ഈ വാക്യത്തിന് മുമ്പാകെ ഒന്നിരുന്ന് ചിന്തിക്കണം. ഞാൻ പോയിട്ട് വല്ല ഗുണവുമുണ്ടോ? ഇല്ല എങ്കിൽ ഗുണം വരത്തക്കവണ്ണം ഈ വചനം ഹൃദയത്തിൽ വേണ്ടവണ്ണം സ്വീകരിച്ചിട്ട് നിങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് പോയേ, ആരാധിച്ച് വചനം കേട്ട് കർത്തൃമേശയിൽ പങ്കെടുത്തേ. നിങ്ങൾക്ക് ഇന്ന് വരെ ലഭ്യമാകാത്ത ഒരു വലിയ വിടുതൽ, സന്തോഷം നിങ്ങൾ ഈ ആഴ്ചയിൽ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇന്ന് പ്രാർത്ഥനയോടെ ഈ വരുന്ന വർക്കിംഗ് വീക്കുകളിൽ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു. അവിടെ ഒരു വിടുതൽ ഉണ്ടാവും, ഒരു സ്വർഗീയ പകർച്ച ഉണ്ടാവും. പണം 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 എന്നുള്ള വിചാരം മാറ്റിയിട്ട് അതൊന്ന് പങ്കുവെക്ക് പ്രിയമുള്ളവരെ, അതൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാക. ഇസ്രായേൽ ജനം അതാണ് ചെയ്തത്. മധുരപാനീയങ്ങളും മൃഷ്ടാന ഭോജനവും ഉണ്ടാക്കിയവർ തന്നെ കഴിച്ച് സ്തോത്രം ചെയ്ത് കിടക്കുകയല്ല, ഇല്ലാത്തവർക്ക് പങ്കുവെച്ച് അവർ കേട്ട വചനം ബോധ്യപ്പെട്ട് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടെത്തിച്ചു. പാടി പ്രാർത്ഥിച്ച്
ആത്മീയ ശുശ്രൂഷ ചെയ്താൽ മാത്രം പോരാ, നാം പങ്കുവെക്കേണ്ടത് പങ്കുവെക്കണം. വചനം മാത്രം പങ്കുവെച്ചാൽ പോരാ, നമ്മുടെ കൈകൾ തുറക്കപ്പെടണം. അതിന് ഹൃദയമാദ്യം തുറക്കണം. ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ, നമ്മുടെ കുടുംബം മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇടപെടട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രോതാക്കളായ ദൈവമക്കളോട് വളരെ സ്നേഹത്തോടെ ഈ വിശുദ്ധ ദിനം രാവിലെ പറയട്ടെ, ദൈവജനമേ, നാം കേൾക്കുന്ന വചനം അതാര് പ്രസംഗിച്ചാലും ആര് നൽകിയാലും ആ നൽകുന്ന ആളിന്റെ ബയോളജിയും ജോഗ്രഫിയും ഹിസ്റ്ററിയും തിരക്കാൻ പോകാതെ കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ബോധ്യപ്പെടുക, പാലിക്കുക. നിങ്ങളുടെ ദുഃഖം മാറും, നിരാശ മാറും, സങ്കടം മാറും, നിത്യ സന്തോഷം നിങ്ങളിൽ വ്യാപരിക്കും. അടുത്ത അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ അതെ, ഇതതുപോലെ നെഹമ്യാവിന്റെ എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ടതായി നെഹമ്യാവിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, ജോലി കാര്യത്തിൽ, ആരോഗ്യകാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, നിയമകാര്യത്തിൽ, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയിൽ, നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാവട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങളെ ആത്മാവിൽ ഒരുക്കുകയും ശാരീരികമായി നിങ്ങളെ രൂപപ്പെടുത്തുകയും മാനസികമായി നിങ്ങളെ ശക്തിപ്പെടുത്തുകയും വചനം പറയുന്നത് പോലെ വചനാനുസരണം ഒരുങ്ങി ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിനായി നമ്മളെ തന്നെ വിനയപുരസരം സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ നിത്യം സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ വചനം കേൾക്കുന്നവരാണെങ്കിലും ഞങ്ങളെ വചനം ഓർപ്പിക്കുന്നത് പോലെ ഒഴുകിപ്പോകാതെ ഞങ്ങളുടെ ആത്മീക വർധനയ്ക്ക് ഉതകത്തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളത്തിൽ അത് ബോധ്യമാകുവാൻ ഇത് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ നാളുകളായി വചനം കേൾക്കുന്നവരാണ്, വായിക്കുന്നവരാണ്, മറ്റുള്ളവരോട് പറയുന്നവരുമാണ്. പക്ഷേ ആ വചനത്തിന്റെ യഥാർത്ഥ സന്തോഷം ഇതുവരെ ഞങ്ങളിൽ വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ ലോകത്തിൻ്റെതും കുടുംബത്തിൻ്റെതും ശരീരത്തിൻ്റെതും ഇന്നിന്റെ നിലനിൽപ്പിൻ്റെതുമായിട്ടുള്ള വിഷയങ്ങളിൽ വ്യാപൃതരായി ദൈവവചനം ബോധ്യപ്പെടുവാൻ, ഉൾക്കൊള്ളുവാൻ, സന്തോഷം പങ്കിടുവാൻ കഴിയാതെ ഞങ്ങൾ മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരാ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇസ്രയേൽ ജനത്തോട് വേദനയിലും നിരാശയിലും പ്രതികൂലത്തിലും ഇരിക്കുമ്പോൾ ദൈവവചനം കൊടുത്തിട്ട് അവരോട് എന്ത് പറഞ്ഞോ അവരതുപോലെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അവർക്കത് ബോധ്യപ്പെട്ടു. അവർ അന്യോന്യം അവർക്കുള്ളത് പകരുകയും ചെയ്തപ്പോൾ അവർ കേട്ട ദൈവവചനം പ്രവൃത്തിപഥത്തിൽ എത്തിയതുപോലെ ഈ വിശുദ്ധ ദിനം ഞങ്ങൾക്ക് വിളമ്പപ്പെട്ട ഈ ദൈവവചനം യഥാർത്ഥമായി സ്വീകരിപ്പാനും ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം കേൾക്കുകയും അതുപോലെ പാലിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്ത എന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ നന്മകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യത വേണം. ഈ ദൈവവചനം ഞാൻ അതുപോലെ സ്വീകരിക്കും, ഉൾക്കൊള്ളും, അനുസരിക്കും. ഇതിന്റെ അനുഗ്രഹം എനിക്കും കർത്താവിന്റെ വരവ് വരുന്ന തലമുറയ്ക്കും ഉണ്ടാവും. ഈ ബോധ്യതയുണ്ടെങ്കിൽ നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. നമ്മുടെ സ്വസ്ഥത പിശാചെടുത്ത് കളയുകയില്ല. മറ്റൊന്നിനെ കുറിച്ച് ആകുലപ്പെടത്തില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരു പടിയും കൂടെ താഴ്ത്തി സമർപ്പിച്ച് ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. അങ്ങനെ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരും വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ
സർവശക്തനായ ദൈവം ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.